നമസ്കാരത്തിൻ്റെ മഹത്വം പറയുന്ന ഒരു സംഭവം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെ. ഒരു സഹാബി ഇശാ നമസ്കാരം കഴിഞ്ഞുവന്ന് ഭാര്യയോട് കുട്ടികൾ എന്തേ എന്ന് അന്വേഷിക്കുന്നു. അവർ വിശന്നിട്ട് ഉറങ്ങിപ്പോയി എന്ന് അവൾ പറയും. അവർ ഇശാ നിസ്കരിച്ചില്ലേ? ഭക്ഷണമില്ലാത്തത് കൊണ്ട് ഞാൻ കഥ പറഞ്ഞു കൊടുത്തപ്പോൾ ഉറങ്ങിപ്പോയതാണ്. നീ എന്നാൽ അവരെ വിളിച്ചുണർത്തി നമസ്കരിപ്പിക്കൂ. ഞാൻ വിളിച്ചുണർത്തിയാൽ അവർ വിശന്നിട്ട് കരഞ്ഞു പോകും. തുടർന്ന് അദ്ദേഹം പറയുന്നു, എൻ്റെ റബ്ബ് എന്നോട് ആജ്ഞാപിച്ചിരിക്കുന്നത് എൻ്റെ മക്കളോട് നിസ്കരിക്കാൻ കൽപ്പിക്കണമെന്നാണ്. അവരുടെ ഭക്ഷണം അവൻ ഏറ്റെടുത്ത് കഴിഞ്ഞതാണ്. ആ ഉമ്മ മക്കളെ വിളിച്ചുണർത്തി നമസ്കരിപ്പിച്ചു. നമസ്കാരം കഴിഞ്ഞപ്പോൾ വാതിലിൽ ആരോ മുട്ടുന്നു. ബാപ്പ ചെന്ന് വാതിൽ തുറക്കുമ്പോൾ ഒരാൾ കുറെ ഭക്ഷണ സാധനങ്ങളുമായി വന്നിരിക്കുകയാണ്. എന്താണ് നിങ്ങൾ ഇങ്ങോട്ട് വന്നത് എന്ന് അദ്ദേഹം വന്നയാളോട് ചോദിക്കുന്നു. എൻ്റെ വീട്ടിൽ ഒരു വിരുന്നുകാരൻ വന്നിരുന്നു. അദ്ദേഹത്തിന് വേണ്ടി കരുതിയിരുന്നതാണ് ഈ ഭക്ഷണം. ഞങ്ങൾ തമ്മിൽ വാക്കുതർക്കം ഉണ്ടായതിനെ തുടർന്ന് അദ്ദേഹം ഭക്ഷണം കഴിച്ചില്ല. അപ്പോൾ തന്നെ ഞാൻ സത്യം ചെയ്തു, ഈ ഭക്ഷണത്തിന് അവകാശപ്പെട്ട വ്യക്തിക്ക് ഞാൻ കൊടുക്കുമെന്ന്. അങ്ങനെ എത്തിയതാണ് ഇവിടെ. നിങ്ങളാണ് ഈ ഭക്ഷണത്തിന്റെ യഥാർത്ഥ ഉടമ. ഇത് കേട്ട ബാപ്പ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു, നാഥ, നീ തന്നെയാണ് ഏറ്റവും വലിയവൻ. എല്ലാ കാര്യങ്ങളും കാണുന്നവനും അറിയുന്നവനും നീ തന്നെയാണ്.